നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു തക്കാളി ചട്നിയല്ല, എന്നാലും ഒരു തേങ്ങ ചട്നിയുമല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ചട്നിയാണിത്. ഒരു തമിഴ്നാട് സ്റ്റൈൽ ചട്നിയാണിത്. വളരെ രുചികരമാണ് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ. എന്നിരുന്നാലും ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നിയോട് ഇടപിടിക്കാൻ ഒരു ചട്നിയും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ദോശയുടെയോ ഇഡ്ഡലിയുടെയോ കൂടെ കഴിക്കാമെന്ന് മാത്രം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഞാനിവിടെ ഒരു 20ഓളം ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2ഓ 3ഓ ആക്കി കട്ട് ചെയ്യണം, കാരണം കുറച്ച് വലിയ ഉള്ളിയാണ്. അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 വെളുത്തുള്ളി അല്ലി, അതും ഇതേപോലെ വളരെ നോർമലായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഒരേ പാത്രത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ച് ചെറുതാക്കുകയാണ് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്തിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് ഉഴുന്നുപരിപ്പ് ഒരിക്കലും അധികമാവരുത്. അധികമായാൽ ചട്നിയുടെ രുചി മാറും. വളരെ കുറച്ച്, 1 ടീസ്പൂൺ മതിയായിരിക്കും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർക്കാം. അതുകൂടാതെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇതോടൊപ്പം ചേർത്തിട്ട് നമുക്കൊന്നത് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കേണ്ടി വരും. ഒരുപാട് ചുവന്ന കളറൊന്നും ആവേണ്ട, നല്ല രീതിയിലൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതിവിടെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് തക്കാളിയാണ്. ഞാനൊരു 2 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളിയാണ്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ വലിയ തക്കാളി 2ഓ 3ഓ എടുക്കട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഉടഞ്ഞ് ചേരുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതവിടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. സാധാരണ ചട്ടിയിൽ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി വഴറ്റാം. ഒരു 30 സെക്കൻഡ് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/4 മുറി നാളികേരം ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാളികേരം ഒട്ടും അധികം ആവരുത്. ഒരു 3-4 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു മിനിറ്റ് നേരം ഒന്നുകൂടി ഇത് വഴറ്റിയെടുക്കാം. എന്നിട്ടിത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വെള്ളം കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കാരണം അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ചും കൂടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കാനായിട്ട് അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമ്മുടെ ചട്നിക്ക് ആവശ്യം. ഇത് നല്ല രീതിയിൽ കട്ട ചട്നി ആയിരിക്കില്ല, എന്നാൽ അധികം ലൂസും ആയിരിക്കില്ല, അത്തരത്തിലൊരു ചട്നിയാണിത്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ചട്നിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ ചട്നി, ഇഡ്ഡലിയിലേക്കും ദോശയിലേക്കും കഴിക്കാൻ പറ്റിയ അതീവ രുചികരമായ ചട്നി ഇവിടെ തയ്യാറായി. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ വെള്ള കളറിലുള്ള സാദാ
തേങ്ങ അരച്ചുള്ള ചട്നിയാണ് ഏറ്റവും രുചികരം. അതിന് ശേഷമാണ് ഈ ചട്നിയൊക്കെ സൈഡ് ഡിഷായിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.